ആക്ച്വലി നമ്മളുള്ളത് കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിലാണ്. ഇന്ന് ഡേറ്റ് 7-ാം തീയതി, സമയം 7:30. ഇപ്പൊ ഉള്ള തിരക്ക് കണ്ടാൽ നമുക്കറിയാം കണ്ണൂർക്കാർക്ക് ഫുട്ബോളിനോടുള്ള ഇഷ്ടം. നമ്മുടെ മാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും സ്റ്റേഡിയത്തിനകത്തേക്ക് കയറാൻ വേണ്ടി ഒരുപാട് പേര് ക്യൂ നിൽക്കുന്ന കാഴ്ച നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്ക്, ഇപ്പോഴും ഇവിടെ ആൾക്കാർ അകത്തേക്ക് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. മാച്ച് തുടങ്ങിയിട്ട് കുറേ നേരമായി, പക്ഷേ ഇപ്പോഴും ഇവിടെ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ വാരിയേഴ്സിന്റെ മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ക്രൗഡ് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മെറൈനോ സ്പോട്ടിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. സൂപ്പർ ലീഗ് കേരള സീസൺ 2 കണ്ണൂർ വാരിയേഴ്സ് തൃശ്ശൂർ മാജിക് എഫ്സിനെ കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുമ്പോൾ 0-0 ആണ് ഇപ്പൊ ഹാഫ് ടൈമിലെ സ്കോർ. ഇതുവരെ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. പക്ഷേ കണ്ണൂർ വാരിയേഴ്സ് കണ്ണൂരിന്റെ മണ്ണിൽ വിജയിച്ചു എന്നാണ് പറയാൻ. കാരണം ഇവിടെ അത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. 0-0 ഹാഫ് ടൈം കഴിഞ്ഞ് ഇപ്പൊ മാച്ച് പിന്നെ റെസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫാൻസിന്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോ ആക്ച്വലി ഹാഫ് ടൈം കഴിഞ്ഞു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തില് മെറൈനോ സ്പോർട്സിലാണ് നമ്മളുള്ളത്. അപ്പൊ നമുക്കിവിടെ നമ്മുടെ ഫാൻസിന് ഹാഫ് ടൈമിനെ പറ്റി എന്താ പറയാനുള്ളത് നോക്കാം. സ്റ്റേഡിയത്തിന്റെ പുറത്ത് വലിയ തിരക്കാ, കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ഹോം മാച്ച്, ഫസ്റ്റ് ഹോം മാച്ച് എന്നുള്ള രീതിയിൽ എന്താ തോന്നുന്നത്? തൃശ്ശൂർ മാജിക് എഫ്സിനെ നേരിട്ടപ്പോൾ 1-1 ഡ്രോ ആണ് ആയിട്ടുള്ളത്. മുഹമ്മദ് സിലാന്റെ ഒരു അടിപൊളി ഗോളിലായിരുന്നു നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഇതിനെ പറ്റി നമുക്ക് ഫാൻസിന് എന്താ പറയാനുള്ളത് ചോദിക്കാം. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് സൂപ്പർ ലീഗിന്റെ ആദ്യത്തെ ഹോം മാച്ചാണ് ഇന്ന് നടന്നത്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടാണ് പിന്നെ കണ്ണൂർ ഇങ്ങനെ ഒരു നല്ലൊരു മാച്ച് നടക്കുന്നത്. ഫസ്റ്റ് ടൈം തന്നെ നടക്കുമ്പോൾ തന്നെ കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഗോളടിച്ചപ്പോൾ നമ്മളെല്ലാവരും അതിൽ മറന്ന് ആഘോഷിച്ചു. സൂപ്പറായിരുന്നു, നല്ല കളിയായിരുന്നു, മോശമില്ല. കളി കളിച്ചു, ഇഷ്ടമായി, കളി സൂപ്പറായിരുന്നു. വേറെ എന്തായാലും വരും. ഇതിനേക്കാൾ ഊർജ്ജത്തിൽ നമ്മൾ നേരെ സപ്പോർട്ട് ചെയ്യും. കളി അടിപൊളിയാണ്. അപ്പൊ കണ്ണൂർ വാരിയേഴ്സിന്റെ മാച്ച് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ഫാമിലിയാണിത്. നമ്മുടെ പേരെന്താ? കെൻസ. കെൻസക്ക് ഇന്നത്തെ മാച്ച് കണ്ടിട്ട് എന്താ തോന്നിയത്? എങ്ങനെയുണ്ട് കണ്ണൂരിലെ വൈബ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലേ? ഇനി അടുത്ത മാച്ചിന് വരുമോ? എന്തായാലും വരും, ഉറപ്പായിട്ടും വരും. ഇന്നത്തെ മാച്ച് കെൻസിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ടായത്? ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുമോ? ഒരു അടിപൊളിയാണ്. വൈബ്, നല്ലോണം ഒരു വൈബ് കിട്ടുന്നുണ്ട്. അത് സീനാന്റെ ഗോള്, അതിൽ വരുന്ന പവർ, എല്ലാവരും സെറ്റ് ചെയ്യും.